മഅറകത്തുൽ ഫറാൽ എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നു. കുഫറിന്റെ സൈന്യം പേർഷ്യക്കാരും റോമക്കാരും അറബികളായിരുന്ന ക്രിസ്ത്യാനികളും മുഴുവനും മഹാനവറുകൾക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ അഖ്സയെ പിടിച്ചടക്കാൻ വേണ്ടി ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങിയ യുദ്ധമാണ് മഅറകത്തുൽ ഫറാൽ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പടപൊരുതാനെന്ന് വന്ന സൈന്യം 150,000. ആ 150,000-ൽ 100,000 പേരെ തുരത്തിയോടിച്ച മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശേഷിച്ച 50,000 ആളുകളെ ബന്ദികളാക്കി പിടിക്കുകയും ചെയ്ത ആദ്യത്തെ പടയോട്ടം അവിടെ കാഴ്ചവെച്ചത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയാണ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാമത്തേത് ഖാലിദ് ബിൻ വലീദ് തങ്ങളുടേത് തന്നെ. കുരിശി യോദ്ധാക്കളായി കടന്നു വന്ന യൗമുൽ മൗഖിഅ എന്നറിയപ്പെടുന്ന ഒരു യുദ്ധം, അത് റജബ് 15-നാണ് നടക്കുന്നത്, ഹിജ്റ വർഷം 14. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട് മഹാനായ ഖാലിദ് ബിൻ വലീദ് തങ്ങളോടൊപ്പം. 4 പ്രഗൽഭരായ സ്വഹാബിമാർ. ഒന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസന, മറ്റൊന്ന് അംർ ഇബ്നുൽ ആസ്, മറ്റൊന്ന് ഖാലിദ് ബിൻ വലീദ്, മറ്റൊന്ന് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹും. ഡമസ്കസിൽ വെച്ച് നടന്ന യുദ്ധമാണത്, മഅറകത്തുൽ മൗഖിഅ. 4 മാസത്തോളം ശത്രു സൈന്യത്തെ ക്യാമ്പ് ചെയ്ത് അവർക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി ഇസ്ലാമിക സൈന്യം ഏറ്റവും വലിയ വിജയം കൊയ്ത മഅറകത്തുൽ മൗഖിഅ, പരിശുദ്ധമായ അഖ്സയെ പിടിച്ചടക്കാൻ വന്ന സൈന്യത്തിനെതിരെ 4 സ്വഹാബിമാരുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് എന്നവരെ കുറിച്ച് വളരെ മനോഹരമായ ഒരു വാക്ക് പറഞ്ഞു, വല്ലാഹി ലഉദ്ഹിബന്ന വസാവിസർ റൂം ബിസൈഫി ഖാലിദ്. റോമക്കാരന്റെ വസ്വാസ് മുഴുവനും ഖാലിദ് ബിൻ വലീദിന്റെ വാളുകൊണ്ട് നീക്കപ്പെടും എന്ന് പറയുമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്ക് റോമക്കാർ പേടിച്ചോടിയത് ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ കാലത്ത് ഒരു യുദ്ധമല്ല, 2 അല്ല, 3 അല്ല, അവസാനം യർമൂക്ക് യുദ്ധം നടക്കുമ്പോഴാണ് ഷാമിൽ നിന്ന് റോമൻ സൈന്യത്തെ എന്നേക്കുമായി തുരത്തിയോടിച്ചത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു റോമക്കാർക്കെതിരെ നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റമാണ് യർമൂക്ക്. റോമക്കാർ അഖ്സ പിടിച്ചടക്കാൻ വരികയും അവിടെ പരിശുദ്ധരായ മുസ്ലിം സഹോദരിമാർക്കെതിരെ അടിഞ്ഞാടുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തപ്പോഴാണ് ബദരീങ്ങളായ 100 സ്വഹാബിമാർ പങ്കെടുത്ത യുദ്ധമാണ് യർമൂക്ക്. ബദരീങ്ങളായ 100ഓളം സ്വഹാബിമാർ. ബദരീങ്ങൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് ബദർ സന്ദർശിച്ചു. ശുഹദാക്കളുടെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. ലഅല്ലല്ലാഹു തആല ഇലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ബദരീങ്ങളോടാണ് അല്ലാഹു പറഞ്ഞത്, ബദരീങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിൽ ഇറങ്ങിയവരല്ലേ, വേണ്ടത് ചെയ്തോളൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ആ ബദരീങ്ങളിൽ 100 സ്വഹാബിമാർ ഖാലിദ് ബിൻ വലീദ് തങ്ങളോടൊപ്പം യർമൂക്ക് യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്, അത്തഫിറൂന അനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നമുക്ക് ഓടി മറയാൻ കഴിയില്ലല്ലോ, നമുക്ക് ധീരമായി മുന്നേറാം. ലക്ഷക്കണക്കിന് വരുന്ന ശത്രു സൈന്യം, 120,000 വരുന്ന റോമൻ സൈന്യത്തോട് മഹാനായ സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരു ചെറു സംഘത്തെ കൊണ്ടാണ് പോരാടിയത്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവർ പറഞ്ഞു, യാ നസ്റല്ലാഹി ഇഖ്തരിബ്, യാ നസ്റല്ലാഹി ഇഖ്തരിബ്, യാ നസ്റല്ലാഹി ഇഖ്തരിബ്. അല്ലാഹുവിന്റെ സഹായമേ നീ വാ, അല്ലാഹുവിന്റെ സഹായമേ നീ വാ, റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം എന്ന് അവിടെ വിളിച്ചു ചോദിച്ച് പ്രാർത്ഥന ചെയ്ത പരിശുദ്ധമായ യർമൂക്ക്. ഷാമിൽ നിന്ന്, ഷാം എന്ന് പറയുമ്പോൾ ഷാം ഫലസ്തീനും ഇന്നത്തെ ലെബനോനും സിറിയയും ജോർഡാനും അടങ്ങുന്ന പരിശുദ്ധമായ പ്രദേശങ്ങളാണ്. ഹിറഖിൽ രാജാവ്, അയാളുടെ അനുജൻ വധിക്കപ്പെടുന്ന യുദ്ധമായിരുന്നു റോമക്കാർക്കെതിരെ നടന്ന യർമൂക്ക് യുദ്ധം. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷം മസ്ലമ ഇബ്നു അബ്ദുൽ മലിക്
ഖുദ്സിനെ മോചിപ്പിക്കാൻ വന്ന അഖ്സയെ മോചിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ച മറ്റൊരു മഹാനേതാവ്, ചരിത്രം കണ്ട മുസ്ലിം ഉമ്മത്തിൽ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി, അൽ ജറാദ വെട്ടുകിളിയാണ് എന്നറിയപ്പെടുമായിരുന്ന മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്. അമവി കുടുംബത്തിൽ വന്ന ആൾ തന്റെ ജ്യേഷ്ഠാനുജന്മാർ ഖലീഫമാരായി അവരോധിക്കപ്പെട്ടപ്പോൾ ഖിലാഫത്തിന് ഏറ്റവും കൂടുതൽ അർഹതയുണ്ടായിരുന്ന ആളായിരുന്നു മസ്ലമ എന്ന് ചരിത്ര പണ്ഡിതൻ ഇമാം ദഹബി തന്നെ പറയുന്നുണ്ട്. ഹാഫിദ് ദഹബി, മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് കാന ഔലാ ബിൽ ഖിലാഫത്തി മിൻ ഇഖ്വതിഹി. ആ മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ അബ്ദുല്ലാഹിൽ ബത്വാൽ എന്ന് പറയുന്ന ധീരനായ ഒരു പോരാളിയുണ്ട്. ആ പോരാളിയെ റോമക്കാർ പേടിച്ച് അവരുടെ മക്കളെങ്ങാനും ഉറങ്ങാൻ മടി കാണിക്കുകയാണെങ്കിൽ നിന്നെ ബത്താലിന് പിടികൊടുക്കുമെന്ന് ഉമ്മമാർ മക്കളെ പേടിപ്പിക്കുമായിരുന്നത്രേ. അത്രയും ധീരമായ ഒരു സൈന്യവുമായി മഹാനായ മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. അതിനുശേഷം ലോകത്തിന് മറക്കാൻ കഴിയാത്ത മഹാനായ ഹാറൂനുർ റഷീദിനെ നമ്മൾ ഓർക്കണം. ഹാറൂൻ റഷീദ് പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. കരയുന്ന ആളാണ്. വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കുമ്പോൾ കരയുമായിരുന്നു. രാത്രികാലങ്ങളിൽ മിനിമം 100 റക്അത്ത് സുന്നത്തായി തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന ആളായിരുന്നു ഹാറൂനുർ റഷീദ്. ചില ആളുകളൊക്കെ അദ്ദേഹം കള്ളുകുടിയനായിരുന്നു പറയാറുണ്ട്. ചരിത്രത്തിൽ കാണാം, കാന യശ്റബു നബീദ തംറ കാരക്ക കൊണ്ടുണ്ടാക്കുന്ന വീഞ്ഞ് അദ്ദേഹം കുടിക്കുമായിരുന്നു എന്ന് കാണാം. കാരണം അദ്ദേഹം അന്ന് ഫോളോ ചെയ്തത് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബായിരുന്നു. അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിൽ അദ്ദേഹത്തിന്റെ പ്രഗത്ഭനായ പണ്ഡിതൻ അബൂ യൂസുഫുൽ ഖാദിയാണ്. അബൂ യൂസുഫുൽ ഖാദി മഹാനായ അബൂ ഹനീഫ തങ്ങളുടെ പ്രഗത്ഭനായ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം അത് ജായിസാണെന്ന ഫത്വ കൊടുത്ത ആളാണ്. അതിന്റെ പേരിൽ അദ്ദേഹം അത് കഴിച്ചിരുന്നു എന്നല്ലാതെ അദ്ദേഹം മദ്യപാനം അല്ലാഹു ഹറാമാക്കിയത് ചെയ്ത ആളായിരുന്നില്ല ഹാറൂനുർ റഷീദ്. അദ്ദേഹം കാനൽ ഖലീഫ ബക്കാഅൻ, അദ്ദേഹം ഒരുപാട് കരയുന്ന ആളായിരുന്നു. മുസ്ലിമീങ്ങളായ ആളുകളെ ബന്ദികളായി റോമൻ സൈന്യം പിടിച്ചപ്പോ അഖ്സയുടെ മോചനത്തിന് വേണ്ടി പടപൊരുതിയ മുസ്ലിമീങ്ങളെ ഹിജ്റ 181 ഹിജ്റ വർഷം 182 ഈ 192 കാലഘട്ടങ്ങളിൽ 3700 ബന്ദികളാക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഹിജ്റ 192 മോചിപ്പിക്കുകയും അതേപോലെ 1500ഓളം ബന്ദികളെ മറ്റൊരു സമയത്ത് മോചിപ്പിക്കുകയും ചെയ്ത് തന്റെ സമ്പത്തിലെ വലിയൊരു ഭാഗം റോമൻ സൈന്യത്തിൽ പിടിക്കപ്പെട്ട ആളുകളെ മോചനത്തിന് വേണ്ടി മോചനദ്രവ്യമായി ചെലവഴിച്ച ഹാറൂനുർ റഷീദ് കാന യഗ്സു ആമൻ വയഹജ്ജു ആമാ, ഒരു വർഷം ഹജ്ജ് ചെയ്യും, അടുത്ത വർഷം അദ്ദേഹം യുദ്ധങ്ങളിൽ സംബന്ധിക്കും. അദ്ദേഹത്തിന് റോമക്കാരനായ രാജാവിന്റെ കത്ത് വരുന്നു. നഖ്ഫൂർ എന്ന് പറയുന്ന റോമൻ രാജാവിന്റെ കത്ത് വരുന്നു. മിൻ നഖ്ഫൂർ മലിക്കുർ റൂം ഇലാ ഹാറൂൻ മലിക്കുൽ അറബ് അമ്മാ ബഅദ്. ഹാറൂൻ റഷീദിനെ താക്കീത് ചെയ്തുകൊണ്ടുള്ള കത്ത് വരുന്നു. നഖ്ഫൂറിന്റെ കത്താണത്. ഹാറൂൻ റഷീദേ, എന്റെ മുൻഗാമിയായ ഭരണാധികാരി ഒരു പെണ്ണായിരുന്നു. അവള് നിങ്ങളെ വല്ലാതെ തലയിൽ കൊണ്ടു നടന്നവളാണ്. അവള് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, എന്നാൽ എന്നെ അതിന് കിട്ടില്ല. ഹാറൂൻ റഷീദേ, എന്റെ മുൻഗാമിയായ രാജ്ഞിയിൽ നിന്ന് എന്തൊക്കെയാണോ സമ്പത്ത് കൈപ്പറ്റിയത് അത് മുഴുവൻ എന്റെ അധികാരത്തിലേക്ക് തിരിച്ചേൽപ്പിക്കണം, ഇല്ലെങ്കിൽ വാളുകൊണ്ട് ഞാൻ മറുപടി പറയുമെന്ന് നഖ്ഫൂർ മറുപടി ഒരു കത്തെഴുതിയപ്പോ ആ കത്തിന്റെ മീതെ സ്വന്തം കൈപ്പടത്തിൽ ഹാറൂൻ റഷീദ് എഴുതി വെച്ച വാക്കുകളുണ്ട്. മിൻ ഹാറൂൻ മലിക്കിൽ അറബ് ഇലാ നഖ്ഫൂർ കൽബിർ റൂം. റോമിന്റെ ഡോഗ്, നായ എന്ന വാക്ക് വരുന്ന പ്രയോഗം ഹാറൂൻ റഷീദ് പ്രയോഗിച്ചവിടെ. അറബികളുടെ രാജാവ് ഹാറൂൻ ഈ എഴുതുന്നത് റോമക്കാരന്റെ ഡോഗിനാണ് എഴുതുന്നത് ഈ കത്തെന്ന് പറഞ്ഞ് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. ഫൽ ജവാബു മാ തറാ ദൂന മാ തസ്മഅ. നിങ്ങൾ എഴുതി ചോദിച്ചതിന്റെ മറുപടി ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരികയല്ല, കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞ് ശക്തമായൊരു സൈന്യവുമായി ഖുദ്സിനെ കൊള്ളയടിക്കാൻ വന്ന റോമൻ സൈന്യത്തിനെതിരെ നിയോഗിച്ച
പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ആബിദായ ഹാറൂനുർ റഷീദ്. ഹാറൂനുർ റഷീദിന് ശേഷം ഈ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ മോചിപ്പിക്കാൻ കടന്നു വന്ന മറ്റൊരു ഭരണാധികാരിയുണ്ട്. സൽക്കർമ്മിയായിരുന്ന അൽ മുഅ്തസിം ഫാത്തിഹു അമൂരിയ എന്നറിയപ്പെടുന്ന മുഅ്തസിമാർ ഒരുപാടുണ്ട്. ഒരുപാട് മുഅ്തസിം എന്ന പേരിൽ തന്നെ ചീത്ത ഭരണാധികാരികൾ വന്നിട്ടുണ്ട്. എന്നാൽ അമൂരിയയെ മോചിപ്പിച്ച, അമൂരിയ എന്ന് പറയുന്ന തുർക്കിയുടെ ഭാഗമാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടിയുള്ള യാത്രയിൽ പേർഷ്യയിൽ നിന്ന് ആരംഭിച്ച് ഇറാഖിലൂടെ, മൗസിലിലൂടെ, നാസിബീനിലൂടെ കടന്നു വന്ന് അവസാനം അമൂരിയയിലെത്തിയപ്പോൾ അവിടെ